കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാതെ വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലേ വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലേ വെച്ചു നാം ഒരു കർമ്മം ദൃഷ്ടി കുടുംബം ജീവിതധർമ്മം സ്വതന്ത്ര ഭാരത വിശാലധർമ്മം സുന്ദരമാകും നവകർമ്മം ഭാരത വിശാലധർമ്മം സുന്ദരമാക്കും നവകർമ്മം ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. ഗ്രാമം തോറും നമ്മുടെ പാദം ക്ഷേമം വിതറി നടക്കട്ടെ കൂരകൾ തോറും നമ്മുടെ കൈക്ക് കൂരിരു കീറി മുറിക്കട്ടെ അടിപതരാതി ജനകോടികൾ പുതുപുലയിലേക്ക് കുതിക്കട്ടെ അലസതയറിന്റെ നമ്മുടെ ലക്ഷ്യം അരികെ 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 അലസതയറിന്റെ നമ്മുടെ ലക്ഷ്യം അരികെ 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 ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം 80 ആണെന്നുള്ളതിലാണ് നമ്മൾ ഈ മെഴുകുതിരികൾ 80 മെഴുകുതിരികൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇത്രയും ആൾക്കാർ നമ്മളുടെ മന്ത്രിസഭയിൽ തന്നെയാണ് അതിൻ്റെ വളരെ ശക്തി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിനെപ്പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അനുസ്മരിക്കേണ്ടത് നമ്മളുടെ അന്നത്തെ തലമുറ നമ്മൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം എടുക്കുന്ന ആ വളരെ വ്യക്തികളെയാണ്. വ്യക്തികളുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ എല്ലാ വിഭാഗം 1, 2, 3, 4 നേതാക്കന്മാർ മാത്രമല്ല, അതിന്റെ കൂടെ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ 26 രൂപയുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ തലമുറ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. പിന്നെ
പഴയ തലമുറയുടെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ തലമുറയും വരാനിരിക്കുന്ന തലമുറയുടെയും കർത്തവ്യം ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തുക എന്നുള്ളതാണ്. പേടികളാണ്. പക്ഷേ ഈ പേടികൾ കഴിഞ്ഞ് യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിൽക്കുന്നതും വർത്തമാനം പറയുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ ഈ നിലകളായിട്ടുള്ള എല്ലാ നിലകളുടെയും പ്രഥമ കാരണം നമ്മളുടെ പ്രിൻസിപ്പാളാണ്, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളാണ്, അല്ലാതെ അധ്യാപകരാണ്, നമുക്ക് ആദ്യാക്ഷരം തരുന്ന അമ്മമാരാണ്. അവരൊക്കെ നമ്മൾ എപ്പോഴും ആദരം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് ഡോക്ടർ ശ്രീ മല്ലി വിക്ടോറിയ കോളേജ് അദ്ദേഹത്തിന്റെ നമ്മുടെ കയ്യിലാണ്. പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യസ്നേഹത്തിന്റെ പ്രതിരൂപമായി ഈ ആഘോഷം രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ നമ്മളും ഹൺഡ്രഡ് വർക്കേഴ്സ് ക്ലബും ഈ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഡോക്ടർ ടി മുരളി മാഷാണ്. പ്രിയപ്പെട്ട മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യദിന നടത്തം സോഷ്യൽ കോൺഫറൻസ് വരെയുണ്ട്. ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്ന അഭ്യർത്ഥിക്കുന്നു. മാഷെ ഉദ്ഘാടനം ചെയ്യാൻ എല്ലാവർക്കും വളരെ വിഫലമായ പ്രഭാത നേരുന്നു. നമ്മൾ 79 വർഷം പിന്നിട്ട് ചരിത്രപരമായ 80ാം വർഷത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ദീപശിഖയുമായി മുന്നേറുകയാണ്. അതിൻ്റെ ആഘോഷമായിട്ട് ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളതിൽ വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ശക്തി തന്നെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് 2 പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നടുവിലാണ് എന്നുള്ളതാണ്. 2 ശിഷ്യന്മാർ എനിക്ക് അങ്ങേയറ്റത്തെ താങ്ങും തണലുമായി നിൽക്കുന്നു. തൊട്ടുപിന്നിൽ എൻ്റെ ജീവിത സഖിയുമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് തന്നെ വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണെന്നോ അല്ലെങ്കിൽ പ്രകടന പത്രികയാണെന്നോ പറയേണ്ടി വരുന്നതിൽ യാതൊരു സംശയവും നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യമാണ്. ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു അമൃതാണ്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാശാൻ പറഞ്ഞത് വെറുതെയല്ല. സ്വാതന്ത്ര്യം ഒരു അമൃതമാണ്. ഈ പുരാണത്തിലെ അമൃതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ജീവിതം കിട്ടുന്നു, എക്സ്റ്റൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ജരാനരകൾ ബാധിക്കാതെ നാം ഏറ്റവും യൗവനയുക്തരായിട്ട് വളരെ ഊർജ്ജസ്വലരായി ജീവിക്കാൻ വേണ്ടി അസുരന്മാരും ദേവന്മാരും തമ്മിൽ മത്സരിച്ചത് അമൃതിന് വേണ്ടിയായിരുന്നു. മലാഴി മദനവും അമൃതമൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് കവി സൂചിപ്പിച്ചത് ആ സ്വാതന്ത്ര്യം നമുക്ക് ഊർജം പകരുന്നു എന്നതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് മുന്നോട്ട് നടക്കുവാനുള്ള, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണം നടത്തുവാനുള്ള വലിയ സാക്ഷാത്കാരം തരുന്നു എന്നുള്ളതാണ്. ഈ ഒരു 79 വർഷത്തെ ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയും. ഞാനിത് മനഃപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കാണ്. ഭഗീരഥൻ എന്ന് പറയുന്ന ആ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നോക്കാതെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മഹാനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വ്യക്തിയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തെ ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വളരെ കനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കുമ്പോൾ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം കഴിഞ്ഞ 79 വർഷമായി നാം അതിൻ്റെ ദീപശിഖ കെടാതെ ഇപ്പോൾ ഇവിടെ ഈ നാം മെഴുകുതിരി കൊളുത്തിയപ്പോൾ ഉണ്ടായ ആ ജ്വലിത പ്രകാശം പോലെ സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം നമുക്ക് മുൻപിൽ വലിയ ഒരു ദീപശിഖോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മുന്നേറ്റത്തിൽ നമ്മളൊക്കെ ഒരുമിച്ചാണ്, നാം ഒന്ന് എന്ന ആ ഒരു വലിയ പാഠം പറഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് അസ്വാതന്ത്ര്യത്തിലേക്കോ കുസ്വാതന്ത്ര്യത്തിലേക്കോ പോകാതെ സ്വാതന്ത്ര്യത്തിൻ്റെ കൃത്യമായ നിർവചനത്തിൽ ഒതുങ്ങിയിരുന്നുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ഇനി വരാൻ പോകുന്നത് ഓണമാണ്. അപ്പോൾ അവിടെ മാവേലി നാടുവാണ കാലത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒന്നായി നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
ഭാരതത്തിന്റെ അഖണ്ഡത എന്ന് പറയുന്നത്. ഭാരതത്തിനെ വിഭജിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഭാരതം ഒറ്റക്കെട്ടാണ്, അഖണ്ഡ ഭാരതമാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 79 വർഷം പിന്നിട്ട് 80ലേക്ക് നമ്മുടെ ഒരു ജീവിതശാസ്ത്രം അനുസരിച്ച് 80 എന്ന് പറയുന്നത് അശീതി വർഷമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാരതാംബയ്ക്ക് 80 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഭാരതാംബയുടെ അശീതി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ ഭാരതാംബയ്ക്ക് എല്ലാ തരത്തിലുള്ള ജീവിത ഉത്കർഷങ്ങളും ഉണ്ടാകട്ടെ. ഈ ഒരു പിറന്നാൾ ദിനത്തിൽ നാം ഭാരതാംബയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നതോടൊപ്പം നാം നെഞ്ചിൽ കൈചേർത്ത് വെച്ച് പറയേണ്ട വലിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നാം മനുഷ്യരാണ്. നാം മാനവികതയെ മുൻനിർത്തിക്കൊണ്ട്, മാനവികതയെ സാക്ഷി നിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ചൈത്രയാത്ര നടത്തുന്നു. അവിടെ ഈ ത്രിവർണ്ണ പതാകയും അതിന്റെ നടുവിലുള്ള ആ ഒരു ചക്രവും ആ ചക്രത്തിന്റെ കാലുകളും എല്ലാം അതിന്റെ ഒരു ശുഭോദർക്കമായ അവസ്ഥ നമുക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യ ദിന പുലരിയിൽ നമുക്ക് വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മെ ഒരു ക്ഷുദ്രശക്തികൾക്കും ഒരു പ്രതിലോമ പ്രവണതകൾക്കും തടയിടാൻ കഴിയുകയില്ല. അവയൊന്നും നമ്മെ തളർത്തുകയില്ല. നാം അതിലേക്ക് അതിജീവിക്കും എന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം. ആ പ്രതിജ്ഞയിലൂടെ നമുക്ക് മുന്നേറാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. എന്നാൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയുമ്പോൾ വിക്ടോറിയൻ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ അതിനും മുൻപേ ചിന്മയ കോളേജിൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയാണ്. സമാന്തര വിദ്യാഭ്യാസത്തിന് പ്രസക്തിയുണ്ട്, മൂല്യമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ദാസ് മാട്ടുമന്ത എന്റെ ശിഷ്യനായത്. അപ്പൊ അതുകൊണ്ട് ആ 2 ശിഷ്യർക്കിടയിൽ ജീവിതസഖിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് 100 അടി എന്ന് പറയുന്ന 100 ഫീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാതയിൽ നടന്ന് ആ നടത്തത്തിലൂടെ ജീവിത സാക്ഷാത്കാരം നേടിയെടുക്കുന്ന നല്ല നടപ്പുകാരായ നിങ്ങളുടെ മുൻപിൽ വന്ന് സംസാരിക്കുവാനും ആ നല്ല നടപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സന്ദേശം നൽകുവാനും സാധിച്ചതിൽ വലിയ ഒരു സന്തോഷമുണ്ട്, സാക്ഷാത്കാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏവരുടെ അനുവാദത്തോടുകൂടി ഈ 80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി മാഷേ. തീർച്ചയായിട്ടും നമുക്ക് സമയം മുരളി സാറ് അടുത്ത് നിന്ന് 2 വാക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പേടിയാണ്. മലയാളത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അധികം ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഇത്രയ്ക്കും അടുത്ത ഇപ്പോഴത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ സുഹൃത്തുക്കളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. പക്ഷെ അന്ന് തന്നെ ആലോചിച്ച് നോക്കുക, 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു അധ്യാപകന്റെ അടുത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. അതെല്ലാം വളരെ ഒരു അഭിമാനമാണ്. അതാണ് സ്വാതന്ത്ര്യം എന്നാണ് അത് സൂചിപ്പിച്ചത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കുന്നത്, നമ്മളിന്ന് എല്ലാവിധ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ എൻ്റെ അനിയൻ്റെ മോള്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ്റെ മോളെ ഞാൻ ബഹളം വെച്ചപ്പോൾ അവളെ ഹോസ്റ്റലിലാക്കി പറയപ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യം, അവിടെ എനിക്ക് ഫ്രീഡം കിട്ടുമോ എന്നാണ്. ഫ്രീഡം എന്നൊരു വാക്കാണെന്ന് പറയുന്നത്. കുട്ടികൾ എല്ലാവർക്കും ഫ്രീഡം വേണം. ആലോചിച്ച് നോക്കുക, 80 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുവിധ ഫ്രീഡം ഇല്ലാത്ത ഒരു കാലത്ത് കുടുംബങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് ഈ ജനഭൂമിയിലേക്ക് ഇറങ്ങിയ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെ ഓർത്തിട്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളും. അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി സ്മരണകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. 2 വാക്കിൽ നമ്മുടെ നടത്തക്കാരുടെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ആർമിയിലേക്ക് ഭാവി ഭാരതത്തിന്റെ ഭാഗതയെ കുറിക്കേണ്ട പുതിയ ചെറുപ്പക്കാരുണ്ട്. അവരുകൂടെ വരുന്നുണ്ട്. ദിനേശിന്റെ നേതൃത്വത്തിലുള്ള ആ കുട്ടികൾ കൂടെ നമ്മുടെ കൂടെ ഭാഗമാവും. നമുക്ക് അതെ 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 തീർച്ചയായിട്ടും റോഡിലൂടെ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് 80ാം സ്വാതന്ത്ര്യ ദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഇവരെ പോലുള്ള പട്ടാളക്കാരാണ് നമുക്കെല്ലാം ആദ്യം മാർഗദർശിയാവുന്നത്. ഭാവി ഭാരതത്തിന്റെ ഭാഗതയെ കുറിക്കേണ്ട യുവാക്കളെ പരിശീലിപ്പിക്കുന്ന ആളുകൂടിയാണ് ദേശീയ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ. പാലക്കാട് സംഘടിപ്പിച്ച 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ പി മുരളി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്ന ശ്രീ പി പ്രേംനാഥ്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, ശ്രീ ടി ജി രഘുനാഥ് എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
പരിപാടിക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ദാസ് മാഷുകൊണ്ടിരിക്കും സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ പത്മാക്ഷൻ പയ്യൂരിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി മനോഹരമാക്കിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.